വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് നമ്മുടെ ചാനലിൽ ഇന്ന്. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നില്ല, നമുക്ക് വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റിനേക്കാളും മികച്ച ബിരിയാണി നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ രുചി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തുള്ള ആ കറുത്ത നാരൊക്കെ കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് ചെമ്മീൻ കഴിക്കുമ്പോൾ വയറുവേദന വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല പുരട്ടി വയ്ക്കാം. അതിന് വേണ്ടി നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു അരമണിക്കൂർ നമുക്കിത് മസാല പുരട്ടി വെച്ചേക്കാം. അപ്പോഴേക്കും നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സ്പൈസസ് എടുക്കാം. ഒരു 7-8 ഏലക്ക, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 2 വലിയ കഷ്ണം കറുവപ്പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5-6 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ജാതിപത്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര സ്പൈസസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിക്കുക. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. നമ്മൾ ബസ്മതി റൈസാണ്, 2 കപ്പുണ്ട്. നമ്മൾ നല്ലപോലെ ഇത് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വാരി വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കണം. പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും ആ ഒരു റൈസൊക്കെ ഒന്ന് വരണ പോലെ നന്നായിട്ടൊന്ന് ഇളക്കണം. ഇപ്പോൾ നമ്മുടെ ഈ റൈസ് ഒന്ന് എടുത്ത് കഴിയുമ്പോഴേക്കും അത് ഒന്നിനൊന്ന് തൊടാണ്ട് നല്ല വിട്ട് നമ്മൾ ഈ ഒരു തവി കൊണ്ട് എടുക്കുമ്പോഴേക്കും നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ ഉതിർന്ന് പോകുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ടാവും. ഒട്ടും സ്റ്റിക്കി അല്ലാതെ ഇതുപോലെ കിട്ടണം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബിരിയാണി വെക്കുന്ന പാത്രം ഏതാണോ അതെടുക്കുക. അതിൽ ഞാനിപ്പോൾ ഇതാ ഒരു 3/4 പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് നമുക്കറിയാം, നമ്മളിങ്ങനെ വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് കുറച്ച് കൂടുതലായിട്ടുണ്ടായിരിക്കണം, എന്നാലും നമ്മുടെ അരിക്ക് ഉപ്പ് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിട്ടു. നമ്മൾ അതിലേക്ക് നമ്മുടെ അരിയും ആ ഒരു സ്പൈസസൊക്കെ കൂടി നമ്മൾ നേരത്തെ നിന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതും കൂടി ഇട്ടു. നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ സാധാരണ ചെയ്യുന്നത് കുക്കറിൽ തന്നെയാണ്. അപ്പോൾ കുക്കറിൽ ഇടുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഇരട്ടി, ഇപ്പോൾ 2 ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം വയ്ക്കുക. ഒരു 2 വിസിൽ മതി. അപ്പോഴേക്കും എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് എടുക്കുമ്പോഴേക്കും കറക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അര നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളി, 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ 2 ക്യാപ്സിക്കം ഉണ്ട്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, കൂടെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇടാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന്
വഴിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടട്ടെ. ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ചെമ്മീനിലൊക്കെ അത് പിടിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് ചെമ്മീനും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അര ഗ്ലാസ് തിളച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടെ ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊരു ഗ്രേവി റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും പിന്നെ ഒരു ഇച്ചിരി പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാൻ വേണ്ടി കുറച്ച് ക്യാരറ്റ്സ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ബീൻസ് ഇതുപോലെ ഒന്ന് ചരിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും എടുത്തിട്ടുണ്ട്. ഇതുപോലെ സവാള തീരെ കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളൊരു എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുട്ട അതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ പക്ഷേ ഇതിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സവാളയും കൂടി വറുത്തെടുക്കാം. സവാള ഒരു ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ തന്നെ നമുക്കത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് കൂടി ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിവിടെ ക്യാരറ്റ് ഇതുപോലെ കുറച്ച് ലെങ്ത്തിൽ, പിന്നെ നമ്മൾ വളരെ തീരെ നേരത്തെ കനം കുറച്ചിട്ടാണ് നമ്മൾ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായത്. അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്ത് കിട്ടും. അങ്ങനെ നമുക്ക് ക്യാരറ്റും വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ബീൻസാണ്. ബീൻസ് ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ കട്ട് ചെയ്യുവാണെങ്കിൽ. തീരെ കനം കുറച്ച് തന്നെയാണ് അതും കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചതിന് ഒരു 3-4 ചെമ്മീൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കൊരു 2 കഷ്ണം പൈനാപ്പിൾ എടുത്ത് വളരെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പൈനാപ്പിൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോഴൊക്കെ ആണെങ്കിലും നല്ലൊരു രുചിയാണ് ഇതിന്. അപ്പോൾ പൈനാപ്പിളോട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ബിരിയാണി ഒന്ന് ദം ചെയ്തെടുത്താലോ. അതിന് വേണ്ടി നമുക്ക് കുറച്ച് ചെമ്മീൻ്റെ ഗ്രേവി, പിന്നെ അതിന് മുകളിലേക്ക് ഒരു ലെയർ ചോറ്, പിന്നെ കുറച്ചുകൂടി ചെമ്മീൻ്റെ ഗ്രേവി, എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സവാള ഫ്രൈ ചെയ്ത് വെച്ചതും കൂടി ഒന്ന് വിതറി കൊടുക്കുക. പിന്നെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചായിരുന്നു കുറച്ച് ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കം ഒക്കെ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. കുറച്ച് പൈനാപ്പിൾ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് അതിൻ്റെ മേലേക്ക് ഒരു ലെയർ ചോറ് കൂടി ഇടാം. ഇനി ഒരല്പം നെയ്യ് കൂടി നമുക്കൊന്ന് തൂവി കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും ഒരല്പം പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. നല്ലൊരു മണമാണ് വരുന്നത്. ഇത് കണ്ട ചോറൊന്നും പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. എല്ലാം നല്ല വേറിട്ട് നിൽക്കുന്ന ചോറാണ്, ഒട്ടും സ്റ്റിക്കി അല്ല. അതുപോലെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ വറുത്തൊക്കെ ഇടുന്നതുകൊണ്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അതിനുവേണ്ടി നമ്മൾ സെർവ് ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള റൈസ് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള, കാഷ്യൂ നട്ട്സ്, പൈനാപ്പിൾ, ക്യാരറ്റ്, ബീൻസ് അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി അവസാനം ഒന്ന് വെച്ച് ഗാർണിഷ് ചെയ്താൽ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ടു സെർവായി. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ കൂടെ റൈത്ത കൊടുക്കാം, പപ്പടം കൊടുക്കാം, പിന്നെ ടൊമാറ്റോ, അതുപോലെ ക്യുക്കുംബർ കട്ട് ചെയ്ത് ഇങ്ങനെ സ്ലൈസസ് ആക്കി വെച്ച് കൊടുക്കാം, പൈനാപ്പിൾ. അപ്പോൾ ഈസ്റ്ററിന് ഇങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. ബൈ ബൈ. ബൈ ബൈ.